തൃശൂർ പൂരം കലങ്ങിയതിൽ ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ലെന്ന് ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. ബാഹ്യ ഇടപെടൽ ഇല്ലെന്ന് പറയുന്ന റിപ്പോർട്ടിൽ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത്. പൂരം ഏകോപനത്തിൽ കമ്മീഷണർക്ക് വീഴ്ച പറ്റി, പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അനുനയിപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും പരിചയക്കുറവാണ് ഇതിന് കാരണമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ റിപ്പോർട്ടിലെ കണ്ടെത്തൽ തള്ളി CPI നേതാവും തൃശൂരിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാർ രംഗത്ത് വന്നു. VV വിനോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, ഇതിപ്പോൾ കമ്മീഷണർ മാത്രമാണ് കുറ്റക്കാരൻ എന്നാണ് ADGP റിപ്പോർട്ടിൽ പറയുന്നത്, അല്ലേ? ആ നിലയ്ക്കാണ് റിപ്പോർട്ടിലെ ഉള്ളടക്കം. ബാഹ്യ ഇടപെടലില്ല, പൂരം കലങ്ങിയതിൽ മറ്റ് ഏതെങ്കിലും ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ല. സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിന്റെ ഏകോപനത്തിൽ വീഴ്ച പറ്റി, പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അനുനയിപ്പിക്കുന്നതിലും വീഴ്ചയുണ്ടായി, പരിചയക്കുറവ് വീഴ്ചയായെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. അതേസമയം തൃശൂർ പൂരം കഴിഞ്ഞ മാസങ്ങളാവുകയാണ്. ഇപ്പോൾ RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ച വിവാദമായി. PV അൻവറിന്റെ നിരവധി ആരോപണങ്ങൾ, ഇതെല്ലാം ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. അതായത് എന്തുകൊണ്ട് ഈ കാലതാമസം, അതാണ് പ്രധാനമായും പ്രതിപക്ഷം ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത്ര ഗുരുതരമായ ഒരു കാര്യം, തൃശൂർ പൂരം പോലൊരു സംഭവം അലങ്കോലപ്പെട്ടിട്ട് എന്തിന് മാസങ്ങൾ ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൈമാറിയില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഇപ്പോൾ ഈ വിവാദമുണ്ടായി, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വലിയ ചർച്ചയാവുകയും LDF-ൽ തന്നെ അതൊരു വലിയ പ്രശ്നമായി ഉയർന്നു വരികയും ചെയ്തതിന് പിന്നാലെ ദിവസങ്ങൾ കൊണ്ട് ഈ റിപ്പോർട്ട് കൈമാറുന്ന നിലയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോഴാണ് തന്റെ മുന്നിലേക്ക് ഈ വിഷയം വന്നത്. 24-ന് റിപ്പോർട്ട് ലഭിക്കണമെന്ന കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. പക്ഷേ മുഖ്യമന്ത്രി പറയുന്ന ഒരു മറുപടി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ, അത് പൂർണ്ണമായും തൃപ്തികരമാണോ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം LDF-ൽ തന്നെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് CPI-യും മറ്റ് ഘടകകക്ഷികളും അവരുടേതായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് അവർ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഇപ്പോൾ ഈ വിവാദമുണ്ടായപ്പോൾ റിപ്പോർട്ടുമായി വരുന്നു. ഇതുവരെ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് തയ്യാറായില്ല എന്നത് തന്നെയാണ്. അതായത് അങ്ങനെ ഒരു താല്പര്യം സർക്കാരിന് ഉണ്ടായിരുന്നില്ല. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നതിൽ സർക്കാരിന് കാര്യമായ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വിവാദമുണ്ടായതിന് പിന്നാലെ അത് PV അൻവറിന്റെ നിരവധി ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഈ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇടതുമുന്നണിയിൽ വലിയ ചർച്ചയായത്, അല്ലെങ്കിൽ തർക്കങ്ങൾക്ക് വഴിവെച്ചത്. ആ ഒരു സംഭവത്തിൽ ഇപ്പോൾ പെട്ടെന്നൊരു റിപ്പോർട്ട് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. ഈ റിപ്പോർട്ട് ഇങ്ങനെ വരുമ്പോൾ അതിൽ ഇനിയുള്ള ചലനങ്ങൾ, അല്ലെങ്കിൽ LDF-ൽ ഉള്ള കാര്യങ്ങൾ, അതിപ്പോൾ സുനിൽകുമാറിന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ, ഇതെല്ലാം തന്നെ വരും ദിവസങ്ങളിലെ രാഷ്ട്രീയമായി വിനോദ്, ഇതിപ്പോൾ CPI പറയുന്ന ആരോപണങ്ങൾ, അതിൽ ഈ പൂരം കലക്കിയതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ബാഹ്യ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പാടെ തള്ളിക്കൊണ്ട് വന്നിട്ടുള്ള ഈ റിപ്പോർട്ടിൽ സുനിൽകുമാർ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതിനി മുന്നണിക്ക് മുന്നിലേക്കും ഈ ഒരു ചർച്ച, തങ്ങളുടെ അതൃപ്തി ഉറപ്പായും CPI രേഖപ്പെടുത്തുമല്ലോ, അല്ലേ? അതിലേക്കാണ് മനസ്സിലാക്കുന്നത്. കാരണം ഊഴം വെച്ച് RSS നേതാക്കളെ കണ്ടത് എന്തിന്? അതായത് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞത് ഈ പ്രയോഗമാണ്. ADGP എന്തിനാണ് ഊഴം വെച്ച് RSS നേതാക്കളെ കണ്ടത്? അക്കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി പറയണം എന്ന കാര്യമാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി പല കാര്യങ്ങളിലും വളരെ ക്ലാരിറ്റിയോടെ, അല്ലെങ്കിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന കാര്യമാണ്. ഈ അന്വേഷണത്തിന്റെ കാര്യത്തിൽ തന്നെ DGP-യുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം ആ സംഘത്തിന് ആദ്യം നൽകിയ കാര്യത്തിൽ ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു, ഈ കാര്യം കൂടി പരിശോധിക്കുമെന്നത്, RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം പരിശോധിക്കുമെന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലും അങ്ങനെയാണ് പറഞ്ഞത്. ആവർത്തിച്ചുള്ള ചോദ്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്, നിങ്ങൾ ഈ ഘടകകക്ഷികളെ തമ്മിൽ തല്ലിക്കാൻ നോക്കേണ്ടതില്ല, അവരെ തെറ്റിക്കാൻ നോക്കേണ്ടതില്ല എന്ന കാര്യമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്.
നമുക്കറിയാം EP ജയരാജൻ എങ്ങനെയാണ് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തു പോയതെന്ന്. അദ്ദേഹം പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച, അത് അദ്ദേഹം തന്നെ പറയുന്നത് തന്റെ മകന്റെ കുഞ്ഞിന്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായി തന്റെ വീട്ടിലേക്ക് പ്രകാശ് ജാവദേക്കർ വരികയും താൻ അപ്പോൾ തന്നെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ വീട്ടിൽ വന്ന ഒരാളാണ്, അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി താൻ പുറത്തേക്ക് പോവുകയും ചെയ്തു. മറ്റ് രാഷ്ട്രീയ ചർച്ചകളൊന്നും ഉണ്ടായില്ല എന്ന കാര്യം EP ജയരാജൻ പറഞ്ഞതാണ്. പക്ഷെ EP ജയരാജന് പുറത്തേക്ക് പോകേണ്ടി വന്നു. മുന്നണി കൺവീനർ സ്ഥാനം നഷ്ടമായി. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ എല്ലാവരും കാണുന്നതാണ്. അതേ സ്ഥാനത്ത് രണ്ടുപേര്, ദത്താത്രേയെയും അതോടൊപ്പം തന്നെ റാം മാധവനെയും ദിവസങ്ങളുടെ ഇടവേളകളിൽ തൃശ്ശൂരും തിരുവനന്തപുരത്തുമായി MR അജിത് കുമാർ കാണുന്നു. അവിടെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ്. അതായത് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന, അല്ലെങ്കിൽ പോലീസിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പദവിയിലുള്ള DGP കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ ഒരു പദവിയാണ് ADGP ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്തിന് കണ്ടു എന്ന കാര്യത്തിൽ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കുന്നു. ADGPയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് പോലും സർക്കാർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി ADGPയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായത്. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ റിപ്പോർട്ട് അത് അംഗീകരിക്കാൻ CPIയോ പ്രതിപക്ഷ നിരയിലെ പാർട്ടികളോ തയ്യാറാകില്ല എന്നുള്ളത് തീർച്ചയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.